തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. തുടർന്ന് ഇന്ത്യൻ ആർമി, വായുസേന, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നീ 24 സായുധ സേനാ വിഭാഗങ്ങൾ ഗവർണർക്ക് അഭിവാദ്യമർപ്പിച്ചു. രണ്ടാമതായി അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ വ്യോമസേനയുടെ സദൈൻ എയർ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ അതീവ ജാഗ്രത കാട്ടണമെന്നും പാറക്കോറി, ഖനനം എന്നിവയ്ക്ക് അനുമതി നൽകുന്നത് കർശന പരിശോധനകൾക്കും പരിസ്ഥിതി അധികാരികളുടെ അനുമതിക്ക് ശേഷവും ആയിരിക്കണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലൂടെ അറിയിച്ചു. We should take maximum care to secure the green note from concerned authorities before embarking on mining and quarrying operations. Issuance of new permits should be done only after obtaining clearance from the concerned statutory authority. കൊല്ലത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ പതാക ഉയർത്തി. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. ഭൂമാഫിയയുടെ പ്രവർത്തനം വ്യാപകമാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പത്തനംതിട്ടയിൽ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കോട്ടയത്തും ഇടുക്കിയിലും മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PK ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. കൊച്ചിയിൽ മന്ത്രി K ബാബു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ദക്ഷിണ നാവിക ആസ്ഥാനത്തും കേരള ഹൈക്കോടതിയിലും കൊച്ചി തുറമുഖത്തും ദേശീയ പതാക ഉയർന്നു. കോഴിക്കോട് MK മുനീറും, മലപ്പുറത്ത് ആര്യാടൻ മുഹമ്മദും, കാസർഗോഡ് അനൂപ് ജേക്കബും, കണ്ണൂർ KC ജോസഫും, വയനാട് PJ ജോസഫും റിപ്പബ്ലിക് ദിന പരേഡുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്ത് നേതാക്കന്മാർ പാലിക്കേണ്ട സുതാര്യതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ ആദ്യ റിപ്പബ്ലിക് ദിന സന്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.